കേശുവേ കേശുവേ ഓ എന്തമ്മായി അമ്മായി ബാഗ് ഇട്ട് അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? എങ്ങോട്ടാന്നാ? എവിടെ പോണ്? എവിടെ പോണെന്നാ? പിന്നെ ഇത്രയും വൃത്തിക്ക് ഡ്രസ് ചെയ്ത് വന്ന് എവിടെയെങ്കിലും പോകാനായിരിക്കില്ലേ അല്ലേ? നിനക്ക് ഞാൻ ഇന്നലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു തന്നാ? ഓ തന്ന്. എന്നിട്ട് നിന്റെ അടുത്ത് ഞാൻ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരണോന്ന് പറഞ്ഞാ? പറഞ്ഞാന്നാ? പറഞ്ഞില്ലേ? പറഞ്ഞാണം. അത് ഇപ്പം ഞാൻ മറന്നു. ഓട്ടമ്മായി ഇപ്പം അമ്മായി പോയിട്ട് വാ ചെല്ലേ. എടാ നീ വരണം കൂടെ. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വേറെ പരിപാടി പിടിച്ച്. ചേട്ടന് വരാൻ പറ്റത്തില്ല, ഞാൻ വരാം. അതാ എവള് വരും, കൊണ്ടുപോ ചെല്ലേ. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? പക്ഷെ അമ്മായിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? കേശുവേ നീ എന്ത് പരിപാടി പിടിച്ചാലും ശരി അതൊന്നും നടക്കൂല, നീ എൻ്റെ കൂടെ വരാൻ നോക്ക്. അമ്മായി പറ്റൂല, ഞാൻ പിടിച്ച പരിപാടി അത്ര സീരിയസ് പരിപാടിയാണ്. അല്ല പിന്നെ അമ്മായി ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? എന്നാ പിന്നെ എന്നോട് നേരത്തെ പറയണ്ടായിരുന്നോ? നേരത്തെ നിന്റെ അടുത്ത് പറഞ്ഞാ? എന്നാ പിന്നെ ഇന്ന് രാവിലെ ഉറപ്പിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇത് രാത്രി കിടക്കാൻ നേരത്തിന് മുമ്പ് ഉറപ്പിക്കണമായിരുന്നു. ഞാൻ വേറെ പരിപാടി പിടിച്ചിട്ട് നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. എടാ നീ വേറെ പരിപാടി പിടിക്കുമ്പോ എന്റെ അടുത്ത് വന്ന് കാര്യം ചോദിക്കണം, എത്ര മണിക്ക് പോകണമെന്നെങ്കിലും ചോദിക്കണം. അമ്മായി ഇനി വേറെ കച്ചവടം ഞാൻ ഇങ്ങോട്ട് എടുക്കൂല, ഞാൻ ഒരു കച്ചവടം പിടിച്ചുപോയി. അങ്ങനെ വേറെ കച്ചവടം പിടിക്കാൻ പറ്റൂല. അമ്മായിക്ക് ഞാൻ പറയണ മനസ്സിലാവണില്ലേ? ഞാൻ പറയണ മനസ്സിലാവണല്ലേ? അമ്മായി എന്നോട് വരാൻ പറ്റൂല. എന്തോന്നത്? അല്ല അമ്മായി രാവിലെ എവിടെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ? കേശവൻ അമ്മായിയെ തേച്ച്. ആടാടാ ഒന്നുമല്ല. എന്റെ പൊന്നില്ലേ ചേച്ചി, അമ്മായി സമയം കാലവും നേരം ഒന്നും പറയാതെ ഒരു പരിപാടി ഒപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോവാനോട് കൂടെ ഞാൻ വേറെ പരിപാടി പിടിച്ച്. ഇവൻ വേറെ പരിപാടി പിടിച്ചെന്ന് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചുകൂടായിരുന്നാ? ഞാൻ എന്തിനാണ് ചോദിക്കണ്ടേ? പറ, ഞാൻ എന്തിനാണ് ചോദിക്കണ്ടേ? ഇത് എനിക്ക് മനഃപൂർവ്വം എനിക്കിട്ട് പണി തന്നെയാണ് ലച്ചു. മനഃപൂർവ്വം ആര് പണിഞ്ഞു? അമ്മ എന്തിനാണ് അമ്മായി പറയണേ? അമ്മായി ചുമ്മാ എപ്പോഴെങ്കിലും ആണ്ടിലും കൊല്ലത്തിലും എന്തെങ്കിലും കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ട് എടാ നീ അപ്പൊ പോണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അപ്പം ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് പാടാ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വരാൻ പറ്റും കൂടെ? ഇന്നലെ ഞാൻ നിനക്ക് പെട്രോൾ അടിച്ചു തന്നാ? അന്ന് ശരിയാവില്ല ചേച്ചി, പറഞ്ഞ ചേച്ചി പറ. ആരുടെ ഭാഗത്താണ് ഞാൻ? പറ അളയാ, അളയാൻ പറയണേ. ഞാൻ എന്താണ് പറയേണ്ടത്? സിദ്ധുവേ ഇന്നലെ ഇവന് ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു ഇന്ന് എന്റെ കൂടെ ഒരു സ്ഥലത്ത് വരണമെന്ന്. ഇവ എന്നെ തേച്ച്. അളയാ അങ്ങനെയല്ല സംഭവം. അമ്മായി എന്റെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് എന്നിട്ട് പറഞ്ഞെടാ നമുക്ക് പോണോന്ന് പറഞ്ഞ്. നാളെ പോണോന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. നാളെ എപ്പോൾ പോണോന്ന് പറയണോ? നാളെ രാവിലെ പോകണോ, രാവിലെ വൈകിട്ട് പോകണോ, ഉച്ചയ്ക്ക് പോകണോ, എപ്പോന്ന് വെച്ചാൽ പറയണ്ടേ, സമയം പറയണ്ടേ. അല്ല നാളെ പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഫുൾ, അതായത് ഇന്ന് ഫുൾ എനിക്കിവിടെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ പരിപാടി പിടിച്ചു. ഇതെന്തോന്നാണ് ചെയ്തത്? ഞാൻ ഇന്നലെ ഇവന്റെ അടുത്ത് പോണോന്ന് പറഞ്ഞ അപ്പൊ അറ്റ്ലീസ്റ്റ് ഇവൻ എന്റെ അടുത്ത് സമയം ചോദിക്കാല്ല, ആ മര്യാദ ഇവൻ കാണിച്ചാ? അല്ലളിയാ, അളെ എന്ത് പരിപാടിയാ കാണിച്ചത്? അമ്മായി ഒന്നും ഇല്ലല്ലോ, നിനക്ക് പെട്രോൾ അടിച്ചു തന്നല്ലടാ, നിനക്ക് അമ്മയുടെ കൂടെ പോകാമായിരുന്നു. കറക്റ്റ്. ഓഹോ, അപ്പോ അളിയൻ അമ്മായിയുടെ ഭാഗത്താണല്ലേ? അളിയ ഈ കാര്യത്തിൽ അമ്മയുടെ ഭാഗത്തല്ലേ ന്യായം? ന്യായം അമ്മായിയുടെ ഭാഗത്ത്, അപ്പൊ എന്റെ ഭാഗത്ത് ന്യായം ഇല്ലാന്ന്. ചേച്ചി ചേച്ചി കേശുവേ, നിനക്കിപ്പം മനസ്സിലായല്ലോ നമ്മുടെ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ലെന്ന്. നന്നായിട്ടിരിക്കണം. അളയനെ അളയ ഒരു കാര്യം ആലോചിക്കണം. തലയെ വെച്ചാ പേനരിക്കും, തറയെ വെച്ചാ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ അളയൻ എന്റെ മടിയിട്ടാണ് ഞാൻ വളർത്തിയത്. ആ അളയെ എന്റെ അടുത്ത് ഈ ചെയ്ത്ത് മോശമായി, ഭയങ്കര മോശമായി, ഭയങ്കര മോശമായി. എനിക്ക് ഹെർട്ടായി. അതിന് സിദ്ധു ചെല്ലു എന്താണ് മോശം? അവൻ ന്യായത്തിന്റെ ഭാഗത്തല്ലേ? താങ്ക്സ് സിദ്ധു. ന്യായത്തിന്റെ ഭാഗത്ത്, ന്യായത്തിന്റെ ഭാഗത്ത് ഞാനിവിടെ നിന്നാ ശരിയാവൂല. അമ്മായി ഇനി അമ്മായി എവിടെ വിളിച്ചാലും ഞാൻ വരുമല്ലോ. അമ്മായി എന്നല്ല, ഈ വീട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഞാൻ എവിടെ വരാൻ പോലില്ല. അളിയ പോലെ എന്റെ മൂട് പോയി, ഞാൻ എവിടെ പോണില്ല. കൊള്ളാം സിദ്ധു, കൊള്ളാം, നന്നായിട്ടുണ്ട്. നമ്മളെ ചില കാര്യങ്ങളിൽ ചില സമയത്ത് അഭിപ്രായം പറയാൻ നിൽക്കരുത്. കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞു പ്രായത്തിന് മൂത്ത ആൾക്കാരുടെ ഒപ്പം നിൽക്കണോ. ഇപ്പൊ നിങ്ങൾ പറയുന്നു ഞാനൊരു അഭിപ്രായം പറയാൻ പാടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? അളിയാ ഇവിടുത്തെ കാര്യം ഇങ്ങനെ തന്നെ. നൈസായിട്ട് അളിയനെ സോപ്പിട്ടെടുക്ക്. ഞാൻ പോന്നു.
പാർവേ അത് ശരി ഇവിടെ വന്നിരിക്കുക. എന്താ ചേച്ചി? എന്താ ചേച്ചി ഇതാ നിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞു വിട്ടെ? എന്താ പറഞ്ഞു? പാർവേ അവാർഡ് ആക്ടിങ് സ്കിൽസ് ഒന്നും എന്റെ അടുത്ത് ഇറക്കരുത് കേട്ടാ. കിണിക്കണ കൊച്ചാ ബുക്ക് എടുത്ത് തന്നത് എന്തിനാ? അത് പഠിക്കാൻ വേണ്ടിട്ടാ. പോരുത് പഠിക്കു വച്ചേ. ഇന്ന് സ്കൂളില്ലല്ലോ ചേച്ചി. സ്കൂളുള്ള ദിവസം മാത്രമേ ഇയാൾ പഠിക്കുള്ളൂ, സ്കൂളില്ലാത്ത ദിവസം പഠിക്കില്ല. പാർവേ അടുത്ത ആഴ്ച പരീക്ഷയാണ് നിനക്ക്. അതിന് സമയമില്ല ചേച്ചി. പാറു എന്റെ വാലിങ്ങനെ ചീത്തയേക്കാതെ പോയത് പഠിച്ചേ ചെല്ല്. ചേച്ചി ഒന്ന് പോയി, ഞാൻ പഠിച്ചോളാം. നിന്റെ അടുത്തേ മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വടി നല്ല അടിയുടെ കുറവാ. ആ ഇങ്ങ് വരാൻ. വൃത്തിയിരിക്കുന്ന വേണ്ട. പഠിക്കുന്നു പറഞ്ഞ് ഞാൻ ബുക്ക് എടുത്ത് കൊടുത്തതാ. എന്നിട്ട് ഇവിടെ വന്ന് പാവനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു. എന്റെ സിദ്ധു അവക്ക് അടുത്ത ആഴ്ച പരീക്ഷയാണെന്ന്. അളേ ഇനി സമയമില്ല ഇനി. അല്ല ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കാതെ നീ അവളുടെ അടുത്തൊന്ന് പഠിക്കാൻ പറ. നീ പറഞ്ഞ അവള് കേൾക്കും. അളിയനെന്താ മിണ്ടാത്തേന്നറിയോ? എന്റെ സൈഡിലാളെ. എങ്ങനെ ഇരിക്കണ്? ആരെന്താ സ്വന്തം അളിയനെയും തേച്ച് ഇപ്പൊ നമ്മുടെ സ്വന്തം കെട്ടിയോളെയും തേച്ച് ഞങ്ങ ഇരിക്കണ അളിയാ. കേട്ടാ കേട്ട് അതിന് ഞാൻ ഇവിടെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ സിദ്ധു. അടുത്ത ആഴ്ച പരീക്ഷയാണ്, പോയി ഒന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നീ എന്തിനാ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ? ഓ അതുകൊണ്ടാണല്ലേ ഞാൻ ഓരോന്ന് പറഞ്ഞോണ്ട് ഇരുന്നപ്പോഴത്തേക്ക് തലയാട്ടിക്കൊണ്ട് ഒന്നും മിണ്ടാതിരുന്നേ. കൊള്ളാം. ഇനി ഞാൻ നിന്റെ അടുത്ത് പഠിക്കുന്നു പറഞ്ഞു പുറകെ നടക്കൂല. നീ പരീക്ഷയ്ക്ക് മൊട്ടയിട്ട് ആ മൊട്ടയ്ക്കൊക്കെ അടയിരിക്കും. സിദ്ധു എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. മിണ്ടരുത്. കൊള്ളാം നന്നായിരിക്കണം. അളിയാ താങ്ക്സ്. എന്തിന്? എന്നെ സപ്പോർട്ട് ചെയ്തേനി. അതിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോ? അളിയ മിണ്ടാന്നില്ലേ, അത് മതി. ഈ വീട്ടിലൊരു അഭിപ്രായം പറഞ്ഞാലും പ്രശ്നം, പറഞ്ഞില്ലെങ്കിലും പ്രശ്നം. എന്ത് കഷ്ടോ ഇത്. ഈ വീട് അങ്ങനെ അളിയാ. അളിയൻ പേടിക്കണ്ട, അളിയന്റെ കൂടെ ഞാൻ കാണും. വലിയ ഉപകാരം.